കേരളത്തിലെ ഇത്രത്തോളം ടീച്ചേഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ജോലി ഇല്ലാത്ത കാര്യം ഞാൻ ഇന്നലെയാണ് അറിയുന്നത് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ. അതിന് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജസും റെസ്പോൺസും ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. അത്രത്തോളം മെസ്സേജസും റെസ്പോൺസും എനിക്ക് വന്നിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് പേര് പിന്നെയും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാം. മെയിനായിട്ട് ഇൻ്റർവ്യൂ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. നമ്മൾ ഒരു ഡെമോ വീഡിയോ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുക. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ മറ്റു പലരിടത്തും ചോദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡെമോ വീഡിയോ ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ റെഡിയാക്കിയിട്ട് വെക്കുക. പിന്നെ ക്വാളിഫിക്കേഷനാണ് മിക്ക ആളുകളും ചോദിച്ചത്. ക്വാളിഫിക്കേഷനായിട്ട് അവരങ്ങനെ പറയുന്നില്ല. ഡിഗ്രി അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ നല്ലതാണ്, നമുക്കൊരു പ്രയോറിറ്റി കിട്ടും. ഞാൻ DLED കംപ്ലീറ്റ് ആയതാണ്. പക്ഷെ മെയിനായിട്ട് അവർ നോക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല ഫ്ലുവൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ നിന്നല്ല, മറ്റു പല ഓൺലൈൻ ട്യൂഷൻസിലും. ഇപ്പം ഞാൻ ഈ സ്കൂൾ കൂടാതെ വേറെ 1-2 ഓൺലൈൻ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. ഇതിലെല്ലാം കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം അതിലൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അവർ മെയിൻ ഒരു ഫാക്ടറായിട്ട് പറയുന്നത്. പിന്നെ ചോദിച്ചത് നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്ന ടൈം വരുന്നത് 10:30 to 2:30 ആണ്. അതിൽ നമുക്ക് 4 പീരീഡാണ് വരിക, ഓരോ ഹവർ വെച്ചിട്ട്. അതിൽ നമുക്ക് ഫുൾ അവർ ക്ലാസ് അല്ല, ഒരു 40 മിനിറ്റ്സ് ക്ലാസ്സും പിന്നെ 20 മിനിറ്റ്സ് ബ്രേക്കും ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം 10:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 11:10 വരെ, അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് ബ്രേക്ക്. പിന്നെ ക്ലാസ് എടുക്കുന്ന പ്ലാറ്റ്ഫോം ഗൂഗിൾ മീറ്റിലാണ്. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളാണ് മാക്സിമം. ഒരു 15 to 20 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിൽ ഉണ്ടാകും. ഓക്കെ, അപ്പം ഇത്രയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇനി സ്കൂളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തതിനു ശേഷം കമൻറ്റിൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്പർ നിങ്ങളുടെ ചാറ്റ് ബോക്സിലെത്തും. അപ്പോൾ ഇനി ഞാൻ വർക്ക് ചെയ്യുന്ന വേറെ 2 ട്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ പറയും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കൊടുക്കും കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്തിട്ട് വെക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.